അസ്സലാമലൈക്കും. നമസ്കാരം എൻ്റെ കൂട്ടുകാരുടെ. ചെടികളെയും പൂക്കളെയും കൃഷിയെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സീമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് താമരശ്ശേരിയിലേക്ക് പോവാണ് കേട്ടോ. താമരശ്ശേരിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബൈക്ക് വെച്ചിട്ട് ഒരു വല്ലാത്തൊരു വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവം നമ്മൾ കാണാനിടയായിട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ഷെയർ ചെയ്യാണ്. നമ്മൾ ഈ ഒരു ആക്സിഡൻ്റാണ് കേട്ടോ പറ്റിയേക്കുന്നത്. ഒരു ലോറി പിന്നെ രാത്രി വരുന്ന സമയത്ത് ഡ്രൈവർ ഉറങ്ങിയതാണോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഡ്രൈവർ മാത്രമേ വാഹനത്തിലുള്ള ലോറിയിലുള്ളതിനും വണ്ടി ഒരു തോട്ടിലേക്ക് മറിഞ്ഞതാണ് കേട്ടോ. പെയിന്റൊക്കെ പോയതാ. എന്താ ഈ ലോറിൻ്റെ ഒരു അവസ്ഥകൾ കണ്ടോ. അതാ ഈ ഒരു ഭാഗത്തെ കൈവരി ഇടിച്ച് തകർത്താണ് കേട്ടോ ഈ തോട്ടിലേക്ക് ഈ ലോറി വീണത്. ഇതിലൊരു ഡ്രൈവർ മാത്രമേ ഭാഗ്യത്തിനുള്ളതിനും അയാൾ ഭാഗ്യം കൊണ്ട് അയാൾ വലിയ പരിക്കുകളൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വളവാണ് കേട്ടോ വരുന്നത്. ഈ വളവിൻ്റെ ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിലാണ് ഈ തോട് വരുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും ഒക്കെ റോഡിന് വീതിയുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് റോഡിന് വീതി തീരെ കുറവാണ് കേട്ടോ. കാരണം കോഴിക്കോട് വയനാട് ഭാഗത്തേക്ക് പോണ 24 മണിക്കൂറും ചീറിപ്പാഞ്ഞ് വാഹനങ്ങൾ പോണ ഒരു മെയിൻ റോഡാണ് ഇത്. ഇവിടെ ശരിക്കും നല്ലൊരു വീതി വേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു ഭാഗത്ത് റോഡ് വീതി തീരെ ഇല്ല കണ്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ലോറി ഇത്രയും താഴ്ചയിലേക്ക് പോയത്. ഈ ലോറിൻ്റെ ഒരു കളർ ഇനങ്ങൾ നോക്കിയാൽ ഈ ഭാഗം ഒന്നായിട്ട് പെയിൻറ് കൊണ്ട് മൂടിപ്പോയിക്ക്. വൈറ്റ് കളർ, വൈറ്റ് പെയിൻറ് ഒന്നായിട്ട് കണ്ടോ മൂടിപ്പോയിക്ക്. മറ്റേ ഭാഗത്ത് ലോറിൻ്റെ മറ്റേ ഭാഗത്താണ് ഒറിജിനൽ ലോറിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ചെറിയൊരു കാറിന് തട്ടിയാണ് ഈ ലോറി ഇങ്ങോട്ട് വീണത് എന്നാണ് കേട്ടത്. വലിയ ലോറി അല്ല, കാറിൻ്റെ ആൾക്കാർക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. അപ്പോൾ ലോറിയിലെ ഡ്രൈവർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഇല്ല എന്നാണ് കേട്ടത്. പിന്നെ ഈ ലോറി കണ്ടാൽ എന്തായാലും എല്ലാവരും മയ്യത്തായി എന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. കാരണം അത്രയും ഡേഞ്ചറിലാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാർ വന്ന് കാഞ്ഞ് പെയിൻറ്റുകളൊക്കെ എടുത്ത് മാറ്റി കുറച്ചൊക്കെ നല്ലത് കിട്ടിയതൊക്കെ മാറ്റി ബാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കുകയും ലോറിനെ പുറത്തേക്ക് എടുക്കാനുള്ള പരിപാടിയൊക്കെ നമ്മളെ വീടുകളിൽ നിന്നും ഇതുപോലെ ലോങ് ആയിട്ട് വലിയ ലോറികളിലൊക്കെ പോകണം. നമ്മളെ വീട്ടിലുള്ള കുടുംബനാഥനോ അല്ലെ മക്കളോ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഊണും ഉറക്കമൊക്കെ ഒഴിഞ്ഞു പോണ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ഉറക്കമൊക്കെ തൂക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വീണ്ടും ഉറക്ക് ക്ലിയർ ആക്കിയിട്ട് ഡ്രൈവിങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ പറ്റിയ ഇതിപ്പോൾ അയാൾ ഉറങ്ങിപ്പോയതാണോ, ഇനി ഒരു കാറ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാറ് വന്നപ്പോൾ ആ കാറിനെ വെട്ടിച്ച് പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ ഡ്രൈവറെ നേരിട്ട് കണ്ടാലല്ലേ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമോ. നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.